സ്കൂളിലൊരു ചെറുക്കൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവൻ്റെ പേരെനിക്ക് ഓർമ്മയില്ല. അവനെ ആബ്സെൻറ്റ് ബോയ് എന്നാണ് വിളിക്കാറ് പൊതുവേ. അവൻ ഈ ഒരു വർഷം മുക്കാൽ ഭാഗവും ആബ്സെൻ്റ് ആയിരിക്കും. അവസാനം ടീച്ചർമാർ വരെ പറഞ്ഞു, നീ ജയിക്കത്തൊന്നുമില്ല, നിന്നെ ഇവിടുന്ന് അടുത്ത ക്ലാസ്സിലേക്ക് പാസ്സാക്കി വിടത്തില്ല, നീ വേണമെങ്കിൽ TC മേടിച്ചുകൊണ്ട് പൊക്കളാൻ വരെ. പക്ഷെ അവൻ്റെ സ്കൂൾമേറ്റ്, അതായത് ബെഞ്ച് മേറ്റ്, ക്ലാസ്മേറ്റ്, നമ്മൾ പല മേറ്റുകൾ പറയുന്ന കൂട്ടത്തിൽ ബെഞ്ച് മേറ്റ് എന്ന് പറയും. ബെഞ്ച് മേറ്റായ ഒരു പെൺകുട്ടി അവന് വേണ്ടി എന്നും നോട്ട് എഴുതുകയും കൊടുക്കുന്ന ഹോംവർക്കുകളെല്ലാം ചെയ്യുകയും ചെയ്യുമായിരുന്നു. അതുമാത്രമല്ല, ടീച്ചർ ക്ലാസ്സിൽ പ്രസൻറ്റ് ഹാജർ വിളിക്കുന്ന സമയത്ത് ഈ കുട്ടി എഴുന്നേറ്റ് നിന്ന് പ്രസൻറ്റ് പറയും. അങ്ങനെ ഇരിക്കും ഒരു ദിവസം ഇതെല്ലാം ടീച്ചർ പൊക്കി. എന്നിട്ട് ടീച്ചർ ആ പെൺകുട്ടിയോട് ചോദിച്ചു, നീ എന്തിനാണ് അവന് വേണ്ടി നോട്ട് എഴുതുകയും ഇങ്ങനെ ഹോംവർക്ക് ചെയ്യുകയും അവനെ ഇവിടെ ഹാജർ വിളിക്കുന്ന സമയത്ത് നീ പ്രസൻറ്റ് എഴുന്നേറ്റ് എന്ന് പറയുകയൊക്കെ ചെയ്യുന്നത്? നിനക്ക് അടി വേണോ? നിന്നെയും കൂടെ പുറത്താക്കണോ? നിന്നെയും കൂടെ തോൽപ്പിക്കണോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു, ടീച്ചറെ, ഞാൻ ഈ ചെയ്യുന്നതിൽ എൻ്റെ വീട്ടുകാർ, എൻ്റെ അച്ഛനോ അമ്മയ്ക്കോ ഒന്നും എതിർപ്പില്ല. അവരെനിക്ക് പ്രോത്സാഹനം തരാറുണ്ട്. അവൻ്റെ അമ്മ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്, ക്യാൻസർ പേഷ്യൻ്റാണ്. അവൻ മാത്രമേ അവൻ്റെ അമ്മയ്ക്കുള്ളൂ. അവനാണ് അവിടെ കൂടെ നിൽക്കുന്നത്. അതുകൊണ്ടാണ് അവൻ വരാത്തത്. അവന് പഠിക്കാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. അവൻ ഈ നോട്ടൊക്കെ വെച്ച് പഠിക്കുന്നുണ്ട്. ടീച്ചർക്ക് ഇത് കേട്ട് അത്ഭുതം തോന്നി. ഒരു 10 വർഷത്തിനിപ്പുറം അവനിന്ന് നല്ലൊരു ഡോക്ടറാണ്. ഡോക്ടറെന്ന് മാത്രമല്ല, ഒരു ഹോസ്പിറ്റലിൻ്റെ ഓണർ കൂടിയാണ്. അവൻ ആ ഹോസ്പിറ്റലിൻ്റെ ഉദ്ഘാടനത്തിന് സ്റ്റേജിൽ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, എൻ്റെ ആബ്സെൻറ്റ് വേളകളെല്ലാം പ്രസൻ്റാക്കി തന്ന ഒരു കൂട്ടുകാരിയുണ്ട്, എൻ്റെ ബെഞ്ചുമേറ്റ്. അവളുടെ അച്ഛനാണ് ഈ ഹോസ്പിറ്റലിലെ ആദ്യത്തെ ഫ്രീ സർജറി, ഫ്രീ ഓപ്പറേഷൻ. ഇന്നും അവർ ബെസ്റ്റ് ഫ്രണ്ട്സാണ്. ബ്ലഡ് റിലേഷൻ അല്ല, പക്ഷെ ഏത് സമയത്തും ബ്ലഡ് പോലും ആവശ്യം വന്നാൽ കൊടുക്കാൻ റെഡി ആയിട്ടുള്ളവർ. ഫ്രണ്ട്ഷിപ്പ് എന്നാൽ കൂടെ നിൽക്കുക എന്നല്ല, നീ വീഴുമ്പോൾ കൂടെ വീഴാതെ നിന്നെ പിടിച്ചുയർത്തുക എന്നതും കൂടിയാണ്. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫ്രണ്ട് ഉണ്ടോ? ഉണ്ടെങ്കിൽ വേഗം ഷെയർ ചെയ്ത് കൊടുത്തോളൂ. നിങ്ങളുടെ സ്നേഹവും അവരുടെ സ്നേഹവും ഒക്കെ പരസ്പരം അറിയട്ടെന്നേ.